കഴിച്ചില്ലേ? ഓക്കെ, നിങ്ങൾ ഹാപ്പിയാണോ? ഓക്കെ, എന്നാ ഒന്ന് ചിരിച്ചേ. ഓക്കെ, ഇന്നലെ എത്ര പേര് വാക്യം പഠിച്ചായിരുന്നു? എല്ലാരും പഠിച്ചോ? ഓക്കെ, ചേട്ടന്മാര് പഠിച്ചായിരുന്നോ? ചേച്ചിമാര് പഠിച്ചായിരുന്നോ? അപ്പൊ ഇന്നത്തെ വാക്യം നമുക്ക് നോക്കിയാലോ? ഓക്കെ ആണോ? റെഡിയാണോ? ആർ യു റെഡി? ഇന്ന് എത്രാമത്തെ ദിവസം നമ്മുടെ VBSന്റെ? 4. ഓക്കെ, ഇന്നത്തെ മനപ്പാഠം യെഹെസ്കേൽ 36:26. യെഹെസ്കേൽ 36:26. ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കേട്ടോ? ഇന്ന് ഞാൻ വിളിക്കുന്നവരെവിടെ വരേണ്ടത്. അപ്പൊ എല്ലാരും റെഡി ആയിട്ടിരുന്നോളാം. ഓക്കെ ആണോ? ഓക്കെ, യെഹെസ്കേൽ 36:26. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. ഇപ്പൊ തന്നെ ചിലര് പഠിച്ചു. എന്നാലും നമുക്ക് കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആക്ഷനിലൂടെ അത് പഠിച്ചാലോ? റെഡിയാണോ? ഓക്കെ, യെഹെസ്കേൽ 36:26. ഞാൻ എന്ന് പറയുമ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? നിങ്ങൾക്ക്, ഞാൻ നിങ്ങളുടെ നേരെ കൈ ചൂണ്ടുന്ന പോലെ നിങ്ങൾ എന്റെ നേരെ കൈ ചൂണ്ടണം. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ഹൃദയം തരും. ഇങ്ങനെ വെക്കണ്ട, ഞാൻ കൈ കാണിച്ചതാ. പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. മനസ്സിലായോ? യെഹെസ്കേൽ 36:26. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. വൺസ് മോർ. ഓക്കെ, യെഹെസ്കേൽ 36:26. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പഠിച്ചോ? എന്നാ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ആക്ഷൻ ചെയ്യണം. ചെയ്യുവോ? യെഹെസ്കേൽ 36:26. റെഡിയാണോ? ഓക്കെ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പഠിച്ചോ? ഓ, നിങ്ങൾ മിടുക്കന്മാരും മിടുക്കിമാരുവാ. അപ്പോ ആരാ വരുന്നേ? ഒരാള് വാക്യം പറയാൻ പോവാ. എല്ലാരും ഒന്ന് കൈ അടിക്കണേ. നിങ്ങൾക്ക് പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. മിടുക്കൻ, ഒരു കൈയടി ഒന്നുകൂടെ. നമുക്കിന്നൊരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. ആരാണ്? നമുക്കിന്ന് ഒരു പുതിയ ഗസ്റ്റ് ഉണ്ട്. നമ്മൾ വെൽക്കം ചെയ്യാൻ പോവുകയാണ്. വെൽ 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 കം 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 വെൽ വെൽ കം കം വെൽക്കം സർ. ഇങ്ങനെ പറയണം കേട്ടോ.
എന്താണ്? കൈ അടിച്ചു പറയണം. വെൽ 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 കം 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 വെൽ വെൽ കം കം വെൽക്കം സർ. ഇങ്ങനെ പറയോ? ഓക്കെ, നമുക്ക് ചെയ്താലോ? വെൽക്കം വെൽക്കം. യെസ് 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 യെസ്. വെൽക്കം ചെയ്തോ. നോക്കിക്കേ, നമ്മുടെ ഗസ്റ്റ് വരുന്നു. യെസ് 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 യെസ്. കൈയടി കൊടുത്തേ. നല്ല കൈയടി, നല്ല കൈയടി, നല്ല കൈയടി. കൈയടി കൈയടി കൈയടി. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ട് വിശേഷം? സുഖായിരിക്കുന്നല്ലേ? ഓക്കെ, എവിടുന്നാ വരുന്നേ? യുകെന്നാ? ആഹാ, ഒത്തിരി ദൂരം നിന്നാണല്ലോ. അയ്യോ, അപ്പൊ ഏത് ഭാഷ സംസാരിക്കുന്നേ? മനസ്സിലാവുന്നില്ല എനിക്ക്. ഓ, പുതിയ ഭാഷയാ? ഓക്കെ ഓക്കെ. ആ, നല്ല ഭാഷ. എനിക്ക് തോന്നുന്നു എനിക്ക് എവിടെയോ കേട്ട് പരിചയമുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞോളാം കേട്ടോ. ഓക്കെ, അപ്പൊ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടോ? ആഹാ, സൂപ്പർ ആണെന്ന് പറഞ്ഞേ. അല്ല, ബൈ ദ വേ, പേരെന്താ? ബണ്ണി. ബണ്ണി, ബണ്ണിക്കൊരു കൈയ്യടി കൊടുത്തേ. ബണ്ണി, ഇന്നത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ആ, ഫ്ലൈറ്റിലാ വന്നേ? ആ, എത്ര മണിക്കാ വന്നേ? മോർണിംഗ്, ഏർലി മോർണിംഗ് വന്നല്ലേ, രാവിലെ? ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാൻ വന്നതാ? ഓക്കെ, എത്ര സന്തോഷം. നോക്കിക്കേ, നമ്മളെ കാണാൻ വേണ്ടി അങ്ങ് യുകെന്ന് ഫ്ലൈറ്റിൽ ഇങ്ങനെ വന്ന് രാവിലെ, ഏർലി മോർണിംഗ്, അതിരാവിലെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ബണ്ണി യാത്ര ചെയ്തോണ്ടിരിക്കും നമ്മളെ കാണാൻ വരാൻ. അപ്പൊ നമ്മൾ നല്ല കൈയ്യടി കൊടുക്കണ്ടേ? അപ്പൊ താങ്ക് യു പറഞ്ഞു. താങ്ക് യു. ആ, ഓക്കെ ഓക്കെ. ഇനി എന്താ നമ്മുടെ ആക്ഷൻ കാണിക്കണോ? എല്ലാരും ആക്ഷൻ കാണിക്കണോ? ഓ, ശരി ശരി. അപ്പൊ നമ്മളൊരു പാട്ടിടാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ആക്ഷൻ കാണിച്ചാലോ? പളപള. ഓ, യുകെന്ന് വന്ന ബണ്ണിക്ക് ഇഷ്ടം പളപള എന്നുള്ള പാട്ടാ. നമുക്ക് കളിച്ചാലോ? ബണ്ണിക്ക് വേണ്ടി നമ്മളൊന്ന് കളിച്ചു കാണിച്ചാലോ? ഓക്കെ, എല്ലാരും എഴുന്നേക്കട്ടെ. ബണ്ണി, എല്ലാരും എഴുന്നേക്കട്ടെ. பல 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 பலக்கும் ஏஐ ஜென்னு நாங்க கல 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 கலக்கும் ஏஐ ஜென்னு பல 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 பலக்கும் ஏஐ ஜென்னு நாங்க கல 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 கலக்கும் ஏஐ ஜென்னு புதுசா புதுசா கண்டுபிடிப்போம் இந்த வேலை அதிர வைப்போம் ஆர்டிஃபிஷியல் ரோபோ செய்வோம் சந்திரயான் 3 சக்சஸ் பண்ணுவோம் புதுசா புதுசா கண்டுபிடிப்போம் இந்த வேலை அதிர வைப்போம் ஆர்டிஃபிஷியல் ரோபோ செய்வோம் சந்திரயான் 3 சக்சஸ் பண்ணுவோம் ஆனா மாயை மாயை எல்லாம் மாயை அழிந்து போகும் எல்லாம் ஒரு நாள் மாயை மாயை எல்லாம் மாயை அழிந்து போகும் எல்லாம் ஒரு நாள் பல 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 பலக்கும் ஏஐ ஜென்னு நாங்க கல 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 கலக்கும் ஏஐ ஜென்னு பல 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 பலக்கும் ஏஐ ஜென்னு நாங்க கல 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 கலக்கும் ஏஐ ஜென்னு
என்ன நாங்க ஏசப்ப பிள்ளை எல்லோருக்கும் நன்மை செய்வோம் மாயமில்ல அன்பு கொடுப்போம் பேரும் இல்ல சுயநலம் இல்ல பிகாஸ் நாங்க ஏசப்ப பிள்ளை எல்லோருக்கும் நன்மை செய்வோம் மாயமில்ல அன்பு கொடுப்போம் பல 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 பழக்கும் ஏஐ ஜென்னு நாங்க கல 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 கலக்கும் முதன்டி ஜென்னு பல 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 பழக்கும் ஃபெய்த்ஃபுல் ஜென்னு நாங்க கல 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 கலக்கும் ஜீசஸ் ஜென்னு பல 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 பழக்கும் ஏஐ ஜென்னு நாங்க கல 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 கலக்கும் முதன்டி ஜென்னு பல 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 பழக்கும் ஃபெய்த்ஃபுல் ஜென்னு நாங்க கல 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 கலக்கும் ஜீசஸ் ஜென்னு ബണ്ണിക്ക് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആണോ? ബണ്ണിക്ക് ഇഷ്ടപ്പെട്ടു. UK വന്ന ബണ്ണിക്ക് വരെ നമ്മുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടു. എല്ലാവരും കൈയടി കൊടുത്തേ. One more song. ഏത് സോങ് വേണം? ബണ്ണിക്ക് അറിയോ? ഓക്കെ, ബണ്ണിയോട് നമ്മുടെ കുഞ്ഞുങ്ങൾ സജഷൻ കൊടുത്തിരിക്കുന്നത് ആഹാ ആഹാ ഹാപ്പി എന്നുള്ള പാട്ടാണ്. എല്ലാവരും കളിക്കാൻ റെഡി ആയിക്കോ ബണ്ണിയോട് കൂടെ. യെസ്. Are you ready? Super! Yes, 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 yes. ആഹാ 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 ഹാപ്പിയാ ഓഹോ 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 ഹാപ്പിയാ ആഹാ ആഹാ എന്നും ഞാൻ ഹാപ്പിയാ ഓഹോ ഓഹോ എന്നും ഞാൻ ഹാപ്പിയാ അരികിലുണ്ടേശു എന്നും എൻ കൂടെ ഒപ്പവും എപ്പോഴും നല്ലൊരു സഖിയായി കൂടെയുണ്ടെന്നും കൈവിടില്ലെന്നും വാക്കു തന്നപ്പനായി എന്നും എൻ കൂടെ ആര് മറന്നാലും ആര് വെറുത്താലും ആര് തള്ളിയാലും എന്നും ഞാൻ ഹാപ്പിയാ ആര് കൂടില്ലേലും ആര് നിന്നിച്ചാലും ആര് മിണ്ടില്ലേലും എന്നും ഞാൻ ഹാപ്പിയാ ലാ 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 കൂടെ നിന്നവരും കൂടെ വന്നവരും കൂടെ നടന്നവരും കൂടില്ലേലും ഹാപ്പിയാ നന്മ പറഞ്ഞവരും നന്നായി ചിരിച്ചവരും മോശം പറഞ്ഞവരും കൂടില്ലേലും ഹാപ്പിയാ കൂടെ നിന്നവരും കൂടെ വന്നവരും കൂടെ നടന്നവരും കൂടില്ലേലും ഹാപ്പിയാ നന്മ പറഞ്ഞവരും നന്നായി ചിരിച്ചവരും മോശം പറഞ്ഞവരും കൂടില്ലേലും ഹാപ്പിയാ സീറോ ആയ ഞാൻ നേരെ നിന്നതും ഹീറോ ആയ യേശു വന്നതാലേ സ്വന്തം ജീവനും തന്നതം രക്ഷയും ചേർത്തു എന്നെ സ്വന്തം മകളാക്കി സീറോ ആയ ഞാൻ നേരെ നിന്നതും ഹീറോ ആയ യേശു വന്നതാലേ സ്വന്തം ജീവനും തന്നതം രക്ഷയും ചേർത്തു എന്നെ സ്വന്തം മകനാക്കി ലാ 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 ബണ്ണിക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി
എങ്ങോട്ടാ പോകുന്നേ? യുകെക്ക് തിരിച്ചു പോവാ? 2 ദിവസം കഴിഞ്ഞിട്ടോ? ആഹാ. അപ്പൊ 2 ദിവസമൊക്കെ എവിടേക്ക് പോവും? ബിബിഎസിന് പിന്നെ പോവാണോ? അപ്പൊ എല്ലാം ബണ്ണിക്ക് യുകെന്ന് വന്നിട്ട് കുഞ്ഞുങ്ങളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം വരുന്നേ. എല്ലാ ബിബിഎസിനും പോവാൻ നിൽക്കുക. എല്ലാ കുഞ്ഞുങ്ങളെ ഇഷ്ടമാ? സൂപ്പർ എന്ന് പറഞ്ഞേ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം സൂപ്പർ അല്ലേ? ബണ്ണിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ ആക്ഷൻ ടീമിനെല്ലാം ഇഷ്ടപ്പെട്ടു. താങ്ക് യു പറഞ്ഞേ ബണ്ണിക്ക് താങ്ക് യു പറഞ്ഞേ. താങ്ക് യു. യെസ് താങ്ക് യു ബണ്ണി, താങ്ക് യു. ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാൻ? സമയം എത്ര ആയിന്നോണോ? പോകാൻ സമയമായിന്നോണോ? സങ്കടം വരുന്നോ? പോകുന്ന ഇഷ്ടമില്ല? ഒന്ന് ബസ് ഇവിടെ നിന്നോ. ടൈം ഇല്ലല്ലേ, വേറെ ബിബിഎസ് പോണല്ലേ. സങ്കടം വരുന്നു മണ്ണിക്ക്. ഇവിടുന്ന് പോകുന്ന ഇഷ്ടമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നന്നായി കളിച്ചുകൊണ്ട് മണ്ണിക്ക് ഇവിടുന്ന് പോകുന്ന ഇഷ്ടമില്ല. എല്ലാരും ഒന്ന് കൂടെ കരഞ്ഞേ. പോണ്ടെന്ന് പറഞ്ഞേ. പോണ്ട ബണ്ണി, പോണ്ട. അയ്യോ, എന്നാലും പോയേ പറ്റൂ കേട്ടോ. ബണ്ണിക്ക് പോയേ പറ്റൂ. ടൈം ഇല്ല, വേറെ ബിബിഎസിന് പോണം. ഓക്കെ, ഞങ്ങൾക്ക് സങ്കടം ഉണ്ടെങ്കിൽ ബണ്ണി പൊയ്ക്കോ കേട്ടോ. നെക്സ്റ്റ് ടൈം വരാന്ന്. നെക്സ്റ്റ് ടൈം നമ്മുടെ ബിബിഎസിന് വരും കേട്ടോ. അതൊന്നും വിഷമിക്കണ്ട, കരയണ്ട. കൈയടി കൊടുത്തേ. അപ്പൊ സേഫ് ജേർണി കേട്ടോ. തിരിച്ചു പോകുമ്പോൾ ഞങ്ങളോട് പറയണം കേട്ടോ. ഓക്കെ, സേഫ് ജേർണി. എല്ലാരും പറഞ്ഞേ ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ. ബൈ ബൈ മണി. See you next time. പറഞ്ഞേ ഉച്ചത്തി പറഞ്ഞേ. ബൈ ബൈ. See you next time. ബൈ ബൈ ബൈ. ഇവിടെ പാവം സങ്കടത്തോടെ പോകുന്നേ. ഒന്ന് കൈ കാണിച്ചേ. ബൈ ബൈ പറഞ്ഞേ. ബൈ 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 ബൈ. നമ്മൾ ഇന്നുള്ളത് ഗ്രേസ് പോയിന്റ് മിനിസ്ട്രീസിന്റെ കറുകച്ചാലിലുള്ള VBSലാണ്. കറുകച്ചാലിൽ നടന്നു വരുന്ന VBSലാണ്. ഏപ്രിൽ 1 മുതൽ 6 വരെ ഇവിടെ ഗീതാഞ്ജലി ഓഡിറ്റോറിയത്തിൽ VBS ആണ്. നമ്മളവിടെ കുട്ടികളും അധ്യാപകരൊക്കെ വളരെ ആവേശത്തിലാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. VBS സൂപ്പറായിരുന്നു. ഇവിടെ വന്ന ദിവസം തൊട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മിസ്സിൻ്റെ ആ ടീച്ചിങ് വളരെ നല്ലതായിരുന്നു. ഇവിടെ വാക്യം പഠിപ്പിക്കുന്നതും ഓരോ ക്ലാസ് തിരിച്ച് ഞങ്ങളെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് തന്നെ എല്ലാം നല്ലതായിരുന്നു. പാട്ടുകളാണെങ്കിൽ തന്നെ നമുക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് തോന്നും. പിന്നെ വാക്യങ്ങളാണെങ്കിൽ തന്നെ ഓരോ ദിവസം പറയുന്നതും പിന്നെ ഇവിടുത്തെ കോർഡിനേഷൻ എല്ലാം നല്ലതായിരുന്നു. പിന്നെ പാസ്റ്ററിൻ്റെ ഗെയിംസും അവർ തരുന്ന ഓരോ ഇതും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഇവിടെ വന്ന ദിവസം തന്നെ VBS ഭയങ്കര ഇഷ്ടമായിരുന്നു. പാസ്റ്ററും പാസ്റ്ററിൻ്റെയും ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കുട്ടികൾക്കും വേണ്ടി ഇത്രയും ചെയ്തതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ പാട്ടുകളും ഓരോ ആക്ഷനും ഒക്കെ നല്ല അടിപൊളിയാണ്. ചില സമയത്ത് ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല. പിന്നെ എല്ലാം നല്ല സന്തോഷമായിട്ട് എല്ലാ കുട്ടികൾക്കും ഭയങ്കര സന്തോഷമാണ്. ഈ VBS ഫസ്റ്റ് ഡേ മുഴുവൻ നല്ല വൈബായിരുന്നു. എല്ലാ പാട്ടും ഡാൻസും എല്ലാം നല്ലതായിരുന്നു. പാസ്റ്ററുകൾ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും നമുക്ക് നമ്മളൊരു ജീവിതത്തിലെ നല്ലൊരു പാഠമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലൊരു മോട്ടിവേഷനായിട്ടും നല്ലൊരു പാഠമായിട്ടും മനപ്പാഠമായിട്ടും എല്ലാം ഞങ്ങൾക്ക് നല്ലൊരു VBS ആയിരുന്നു. നല്ല പാട്ടും നല്ല ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ പാട്ടിലും അതിൻ്റെ തന്നെ മീനിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. എല്ലാം നല്ല വൈബായിട്ട് ലാസ്റ്റ് ഡേ വരെ വൈബായിരിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഈ വർഷത്തെ VBS നല്ല അനുഗ്രഹമായിരുന്നു. എല്ലാം ഇഷ്ടപ്പെട്ടു എനിക്ക്. സോങ്ങുകളും ഗെയിംസും തീമും നല്ലതായിരുന്നു. AI ജെൻ എന്നുള്ള തീമും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ലതായിരുന്നു. വളരെ അനുഗ്രഹമായിരുന്നു. ക്ലാസ്സുകളിലൊക്കെ ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിക്കുവാനും പഠിപ്പിക്കുന്നവരെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു. ഇന്നത്തെ VBS സൂപ്പറായിരുന്നു. എൻ്റെ പേര് നിയ എന്നാണ്. ഈ സഭയിൽ കൂടുന്നത് തന്നെയാണ്. 2ാമത്തെ വർഷമാണ് ഇവിടെ VBS തുടങ്ങുന്നത്. ഈ VBS കൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് അനുഗ്രഹപ്രദമായി തീർന്നിട്ടുണ്ട്. ഈ VBSൻ്റെ പാട്ടാണെങ്കിലും VBSൻ്റെ ക്ലാസ്സുകളാണെങ്കിലും കുട്ടികളെ എത്രത്തോളം ആകർഷിക്കുന്ന രീതിയിലുള്ളത് തന്നെയാണ്. കുട്ടികളിലേക്ക് ദൈവവചനം എത്തിക്കാനും ദൈവം ആരാണെന്നും അതിലൂടെ തന്നെ കുട്ടികളെ ആത്മീയമായിട്ട് വളരുവാനും ഈ VBSും പാട്ടും ഒരുപാട് സഹായിക്കുന്നുണ്ട്. എക്സലൻ്റ് തന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയായിരുന്നു. നല്ല പാട്ടുകളൊക്കെ തന്നെയായിരുന്നു. കുട്ടികളിൽ ഇതിലൂടെ തന്നെ ഈ പ്രാവശ്യത്തെ തീമാണ് നിർമ്മല ബുദ്ധി എന്ന് തന്നെയാണ് ഒതന്റിക് ഇൻ്റലിജൻസ്. അതിലൂടെ തന്നെ കുട്ടികളിൽ ആത്മീയമായിട്ട് വളരുന്നതിനേക്കാളും ഉപരി കൂടുതൽ അറിവുകളും ഇതിൽ നിന്ന് ലഭിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. VBSനെ കുറിച്ച് പറയുകയാണെങ്കിൽ VBS എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. പിന്നെ VBSലെ പാട്ടുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഗെയിമുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാ ഗെയിമുകളും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും ചില ഗെയിമുകളെല്ലാം പങ്കെടുക്കാൻ പറ്റി. പിന്നെ ക്ലാസ്സുകളിൽ നിന്ന്
ബൈബിളിലെ കഥാപാത്രങ്ങളെ മനസ്സിലാക്കാൻ പറ്റി, ഒരുപാട് ബൈബിളിനെ കുറിച്ചുള്ള കുറേ അറിവുകൾ കിട്ടി. ഇനിയുള്ള തുടർ ക്ലാസ്സുകളിൽ നിന്നും എല്ലാവരും അനുഗ്രഹമാകട്ടെന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത്തവണത്തെ VBS പിള്ളേർക്ക് എല്ലാവരും അനുഗ്രഹമായതും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന പാട്ടുകളാകട്ടെ, വാക്യങ്ങളാകട്ടെ, ഗെയിമുകളാകട്ടെ എല്ലാം പിള്ളേർക്ക് ഇത് ഭാവിയിൽ വലിയ മുതൽക്കൂട്ടാവുന്നതും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാം കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് അവരെ ദൈവമായിട്ട് വളർത്തുവാൻ എല്ലാവരും ഒരുപോലെ നിന്നു എന്നുള്ളതാണ്. പിള്ളേരെ ഭാവിക്ക് അത് പൂർണ്ണമായിട്ട് മുതൽക്കൂട്ടാവുന്നതും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു VBS? നല്ല രസമായിരുന്നു. പാട്ടായാലും നമ്മുടെ കഥകളായാലും ഗെയിമായാലും എല്ലാം കൊണ്ടും നല്ലൊരു VBS ആയിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഒരുപാട് സന്തോഷിക്കാൻ പറ്റി. ഇതാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മനോഹരമായ രീതിയിൽ കുഞ്ഞുങ്ങളൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട് കുട്ടികളൊക്കെ. ഈ VBS ഏറ്റവും മനോഹരമായിരുന്നു. വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ആത്മീയമായ രീതിയിൽ നല്ല നിലവാരം പുലർത്തുന്ന ഒരു VBS ആണ് ഈ VBS. കുഞ്ഞ് നല്ല വാക്യങ്ങൾ പഠിക്കാൻ, പാട്ടുകൾ പാടാൻ, അവരുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും ഉതകുന്നതായിരിക്കും 5 ദിവസത്തെ VBS. പ്രൈസ് ദി ലോർഡ്. ഇത് എൻ്റെ രണ്ടാമത്തെ എക്സൽ VBS ആണ്. കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് എക്സൽ VBSൽ വന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാ കാര്യങ്ങളും നല്ല കൃത്യനിഷ്ഠതയോടെ പാഠങ്ങളാണെങ്കിലും പാട്ടുകളാണെങ്കിലും ഭയങ്കര മറ്റ് VBSൻ്റെ പ്രോഗ്രാംസിനേക്കാളൊക്കെ എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഈ വർഷവും ഈ എക്സൽ VBSൻ്റെ ഭാഗമായി തീരാൻ ദൈവം എന്നെ സഹായിച്ച് ഞാൻ വളരെ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഈ VBSന് 270-80 കുട്ടികൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി കൂടാനായിരിക്കും സാധ്യത. അപ്പോൾ അത്രയും കുട്ടികളെ നമുക്ക് ഒരുമിച്ച് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള പാട്ടുകളും പാഠഭാഗങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. വളരെ എനർജറ്റിക്കാണ് കുഞ്ഞുങ്ങളെല്ലാവരും. ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ കുറച്ച് ദിവസങ്ങളാണ് ഇതെന്ന് തന്നെ എനിക്ക് പറയാം. കുഞ്ഞുങ്ങളെ കുറച്ച് എന്താ പറയുക നല്ല രീതിയിൽ കുറച്ച് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ ഞങ്ങളുടെ പാഠഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഡുവേഴ്സിൻ്റെ സെഷനാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ടീനേജേഴ്സാണ് കൂടുതലും. അവർക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ നല്ല ഉപദേശങ്ങളും ഈ പാഠഭാഗത്തിൽ ഉണ്ട്. വളരെ സന്തോഷമാണ്. ഈ ഒരാഴ്ച വളരെ ദൈവകൃപയിൽ ഞങ്ങളായിരിക്കുന്നു. അടുത്ത വർഷവും ദൈവം ഞങ്ങളെ സഹായിക്കുമെങ്കിൽ ഈ VBSൻ്റെ ഭാഗമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. താങ്ക് യു എക്സൽ. കറുകച്ചാൽ ഗ്രേസ് പോയിന്റ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ ആണ് ഞങ്ങൾ നെടുങ്കുന്നം ഗീതാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ച് എക്സൽ VBS നടത്തുന്നത്. ഈ വർഷത്തെ VBSൽ നമുക്ക് 270 കുഞ്ഞുങ്ങളാണ് രജിസ്റ്റർ ചെയ്ത് ഇവിടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. എല്ലാവരും വളരെ സന്തോഷമാണ്. ഈ പ്രാവശ്യത്തെ എക്സൽ VBSൻ്റെ പാട്ടുകളാകട്ടെ, മറ്റ് കഥകൾ, പാഠങ്ങൾ ഒക്കെ സൂപ്പറായിരിക്കുന്നു. എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. അടുത്ത വർഷവും നമ്മൾ എക്സൽ VBSൻ്റെ മെറ്റീരിയൽ എടുത്ത് ഇതുപോലെ വലിയ രീതിയിൽ ഒരു VBS നടത്താനാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സൽ VBS ടീമിനൊക്കെ ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനിയും തുടർന്നും ഓരോ വർഷവും നിങ്ങളുടെ മിനിസ്ട്രീസ് വളർന്ന് നല്ല രീതിയിൽ ആകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലെസ്. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളൊക്കെ വളരെ അനുഗ്രഹമാണ്. കുഞ്ഞുങ്ങൾ ക്ലാസ്സുകൾ വളരെ നന്നായി വീക്ഷിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സിലബസ് വളരെ അനുഗ്രഹമാണ്. കുറച്ചുകൂടി തോട്ട്ഫുള്ളായിട്ടുള്ള ചിന്തകളാണ് ഇതിനകത്തുള്ളത്. അത് അവരുടെ ജീവിതത്തിൽ അടുത്ത തലത്തിലേക്ക് എത്തുവാനുള്ള പ്രേരണ നൽകുന്ന ആശയങ്ങളും ചിന്തകളുമൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് ജീവിതത്തിൽ പുതിയ ലക്ഷ്യബോധത്തിലേക്ക് എത്തുവാൻ ഈ ക്ലാസ്സുകൾ ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആൺകുട്ടികളെക്കാൾ കുറച്ചുകൂടെ പെൺകുട്ടികൾക്ക് ഈ കാര്യത്തിൽ അവർ ബോധേഡാണ്. ജസ്റ്റ് മിഷണറി വനിതകളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ട് അവർ കുറച്ചുകൂടി ഈ കാര്യത്തിൽ ആക്റ്റീവ് ആയിരിക്കുന്നു. ഈ ക്ലാസ്സുകൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പിന്നണിയിൽ അണിനിരക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവം ഏറിയ കൃപകൾ കൊണ്ട് നിറയ്ക്കട്ടെ. അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കട്ടെ. കർത്തവേലയ്ക്ക് വേണ്ടി പിന്നെയും ചുക്കാൻ പിടിക്കുവാൻ അനേകരെ ഈ മേഖലയിലേക്ക് ദൈവം ഇറക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവിധമായ ആശംസകളും നേരുന്നു. താങ്ക് യു. VBS ഈ വർഷത്തെ 2024 VBS അനുഗ്രഹമായിരുന്നു. എല്ലാം കൊണ്ടും മികച്ച നിലകളിൽ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഉപരിയായിട്ട് പാട്ടുകളും ആക്ഷൻ സോങ്ങും പാഠങ്ങളും ഒക്കെയും ഗെയിംസ് ആണെങ്കിലും എല്ലാം കുട്ടികൾക്ക് പ്രയോജനപരമായ നല്ല ആശയങ്ങളാണ് ഈ വർഷം ഒരുക്കിയിരിക്കുന്നത്. അത് നന്നായിട്ട് കുഞ്ഞുങ്ങളിലേക്ക് അത് പകർന്നു കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് പാട്ടുകളൊക്കെ എടുത്ത് പറയണം. കുഞ്ഞുങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. പാട്ടിൽ നല്ല അർത്ഥങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന പാട്ടുകളാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. പാഠ്യ പദ്ധതികളാണെങ്കിലും നന്നായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അത് വരും വർഷങ്ങളിലും ഏറ്റവും നന്നായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് എക്സൽ മിനിസ്ട്രിയോട് പ്രത്യേക
നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗ്രേസ് പോയിന്റ് വർഷിപ്പ് സെൻറ്റർ കറുകച്ചാലിൽ പ്രവർത്തിക്കുന്ന മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നെടുങ്കുന്നം ഗീതാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നതായ VBS വളരെ മനോഹരമായി നടത്തുവാൻ ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. 4-ാം ദിവസമായിരിക്കുന്ന ഇന്ന് അതിമനോഹരമായ നിലപാടിൽ ഇത്രത്തോളം കുഞ്ഞുങ്ങൾ കടന്നു വരുവാനും അനുഗ്രഹിക്കപ്പെട്ടതായ പാട്ടുകൾ, ഗെയിമുകൾ, മറ്റ് ചുട്ടുകൾക്ക് നടക്കാൻ തക്കണ ഇടവായി തീർന്നു. ബലിവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും ഇത് കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവനാമത്തിൽ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളാണ് ഈ VBSൻ്റെ എല്ലാ കാര്യങ്ങളും, കിച്ചണിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കുന്നത്. എല്ലാവരും ആക്കിയ ഈ കാര്യത്തിൽ ഞങ്ങൾ ഇപ്പം 4-ാമത്തെ ദിവസമാണ് ഈ VBS തുടങ്ങിയിട്ട്. അപ്പോൾ അന്ന് നോക്കുമ്പോൾ ഇന്നുവരെ ഞങ്ങൾ എല്ലാ കാര്യത്തിലും നല്ല സൂപ്പറായിട്ടും വിശ്വാസികളും എല്ലാ ഏരിയകളും സഭയിലെ മിക്ക ആൾക്കാരും എല്ലാവരും ആക്കുക. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഇതൊരു ചെറിയ കവലയാണ്. നെടുങ്കുന്നം എന്ന് പറഞ്ഞ സ്ഥലമാണ്. കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നം എന്ന സ്ഥലത്താണ്. ഇവിടെ ഗീതാഞ്ജലി ഓഡിറ്റോറിയം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് എക്സൽ VBSൻ്റെ പ്രോഗ്രാം കറുകച്ചാൽ ഗ്രേസ് പോയിന്റ് കമ്മ്യൂണിറ്റി ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നത്. ആക്ച്വലി ഈ ഏകദേശം 270 കുട്ടികളാണ് ഈ VBSൽ പങ്കെടുക്കുന്നത്, രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഈ നെടുങ്കുന്നം കവലയിൽ വെച്ച്, ഇത് ചെറിയൊരു കവലയാണ്, ചെറിയൊരു ടൗണാണ്. ഈ ടൗണിൽ വെച്ച് ആദ്യമായിട്ടാണ് ഇത്രയും അധികം കുഞ്ഞുങ്ങൾ VBSൽ കൂടി വരുന്നത്. ഈ നെടുങ്കുന്നം കവലയിൽ ഇതുവരെയും നെടുങ്കുന്നം കവല ഈ ചെറിയ ടൗണിൽ വെച്ച് ഇതുവരെ VBS നടന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇവിടെ ഒരു VBS നടക്കുന്നത്. ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയൊരു ദർശനമായിരുന്നു ഇവിടെ വെച്ചൊരു VBS നടക്കണമെന്ന്. വളരെ മനോഹരമായിട്ട് നടക്കുന്നു. 270 കുഞ്ഞുങ്ങൾ രജിസ്റ്റർ ചെയ്യുവാനിടയായി. മാത്രമല്ല ഏകദേശം 1.5 മാസം മുമ്പ് ഞങ്ങൾ തുടങ്ങിയ വർക്കാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങൾ ഇടുവാൻ ഇടയായി. എക്സലിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു VBS സംരംഭമാണ് എക്സൽ VBS. അത് പലപ്പോഴും മെറ്റീരിയൽസ് എടുക്കുവാനും ആ തീം പഠിപ്പിക്കാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബിനുസാറുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട്. എന്തായാലും കുഞ്ഞുങ്ങളുടെ ഇടയിൽ ബാലസുവിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എക്സൽ VBS 2024 ഗ്രേസ് പോയിന്റ് കമ്മ്യൂണിറ്റി ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നെടുങ്കുന്നത്ത് വെച്ച് നടക്കുന്ന ഈ പ്രോഗ്രാം വളരെ അനുഗ്രഹമായിരിക്കുന്നു, വളരെ ഭംഗിയായിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. അവർ എന്നോട് ഇന്നലെ പറയാനിടയെ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച പാട്ടാണ് ഈ പ്രാവശ്യമുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഈ വർഷത്തെയാണ് ഏറ്റവും നല്ല പാട്ടെന്ന്. എന്നാൽ ഇന്നലെയൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞ ഏറ്റവും നല്ല പാട്ടുകൾ, ഏറ്റവും നല്ല ഗെയിമുകൾ, ഏറ്റവും മനോഹരമായ സിലബസ്, പുസ്തകങ്ങൾ, വളരെ ലളിതമായി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായ പാഠങ്ങൾ എല്ലാം വളരെ മനോഹരമായിരിക്കുന്നു. നിശ്ചയമായിട്ടും ഈ VBS വളരെ ഒരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് എക്സൽ VBSൻ്റെ തീം ഞങ്ങൾക്ക് എടുത്തത് വലിയൊരു അനുഗ്രഹമായിരിക്കുന്നു. ബിൻസാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന, അനിൽ സാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ദൈവം ശക്തീകരിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.